ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തും. കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെയും ആത്മഹത്യ ചെയ്ത മുൻ DCC ട്രഷറർ NM വിജയന്റെയും വീടുകൾ സന്ദർശിക്കും. വൈകിട്ട് മേപ്പാടിയിൽ നടക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ മലയോര സമരയാത്രയിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. വിവരങ്ങളുമായി M കമൽ ചേരുന്നുണ്ട്. കമൽ, പ്രിയങ്ക ഗാന്ധി എപ്പോഴാണ് രാധയുടെ വീട് സന്ദർശിക്കുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി, പ്രിയങ്ക ഗാന്ധി 11 മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 12:30യോടെ മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കും, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കും. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി നേരെ സുൽത്താൻ ബത്തേരിയിലേക്ക് പോകും. അവിടെ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ വീട് സന്ദർശിക്കും. വയനാട്ടിൽ കോൺഗ്രസിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു NM വിജയന്റെയും മകന്റെയും ആത്മഹത്യ. അതിപ്പോഴും അതിന്റെ അലയൊലികൾ കെട്ടടങ്ങിയിട്ടില്ല. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽപ്പെട്ടതാണ്. അവർ രണ്ടുപേരും കുടുംബാംഗങ്ങളെ കാണുകയും അവർ കോൺഗ്രസുമായി ഏതാണ്ട് ഒത്തുതീർപ്പിലെത്തുകയും ആ നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കുന്നു എന്ന് പറയുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അവരെ സന്ദർശിക്കാനെത്തുന്നത്. ഈ സന്ദർശനത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധി കൽപ്പറ്റയിൽ കളക്ടറേറ്റിലെത്തിയ ഒരു ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മലയോര സമര ജാഥയിൽ പങ്കെടുക്കും. അത് കൽപ്പറ്റ മണ്ഡലത്തിലെ മേപ്പാടിയിലായിരിക്കും പരിപാടി. പ്രതിപക്ഷ നേതാവ് രാവിലെ തന്നെ ജില്ലയിലെത്തുന്നുണ്ട്. അദ്ദേഹവും രാധയുടെ വീട് സന്ദർശിക്കും. അതിനുശേഷം മാനന്തവാടിയിലും മീനങ്ങാടിയിലും പരിപാടി സ്വീകരണം കഴിഞ്ഞാണ് അദ്ദേഹം മേപ്പാടിയിലേക്ക് എത്തുക. അവിടെ പ്രിയങ്ക ഗാന്ധിയും മലയോര സമര ജാഥയിൽ പങ്കെടുക്കും. ശരി കമൽ.